ഹലോ ഡിയർ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. അഭിയാണ്. നാളെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആണ്. അപ്പം നമ്മളൊരു സസ്പെൻസ് തരാമെന്നാണ് ഈ വീഡിയോയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പുതിയൊരു ടെക്നിക്കായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മറ്റൊരു വീഡിയോയുമായിട്ട് എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ലാംഗ്വേജിൽ നമ്മുടെ ഭാഷയിലുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷാ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്ന് ടെക്നോളജിക്കലി അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് എങ്ങനെയാണോ ഇന്ന് ടെക്നോളജി എത്രത്തോളം വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഗൂഗിളിൻ്റെ കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഗൂഗിളിൻ്റെ ഒരു അടിപൊളി ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ടീച്ചേഴ്സ് ആവാം, കുട്ടികളാവാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻറ്റിംഗ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ ആർക്കും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാം, ഇപ്പോഴും നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. എപ്പോഴും എല്ലാവരും ഇപ്പോൾ ആണെങ്കിൽ നീറ്റാണെങ്കിൽ ഇങ്ങനെ പല എക്സാമുകൾക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, പല കാര്യങ്ങളായി ബന്ധപ്പെട്ട് നടക്കുന്നതായിരിക്കും. വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് റിട്ടൺ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനൊരു വേർഡ് ഫയലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമുക്കൊരു ഇമേജ് ഫയൽ, ആ ഇമേജ് ഫയൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിലെടുത്തിരിക്കുന്ന ഫോട്ടോ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തിരിക്കുന്ന ഇമേജുകളാകാം. ഈ ഇമേജുകളെ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു വേർഡ് ഫയലിലേക്ക് മാറ്റാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഇമേജ് ഫയലിനെ എങ്ങനെ ടെക്സ്റ്റ് ഫയലാക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മളെ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നു. ഗൂഗിളിൻ്റെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ്. നമുക്ക് ഏകദേശം ഒരു 15 GB നമുക്ക് റെക്കോർഡ്, നമ്മുടെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഗൂഗിൾ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഉപയോഗിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ ന്യൂ ഫയൽ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ, അതായത് ഇമേജ് ഫയലുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി 4 ഫയലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ നോട്ടാണ് ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്ക്. ഗൂഗിളിൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ഡോക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുക ഇമേജ് ഫയൽ വന്നിട്ട് ഇതാണ് നമ്മുടെ ഇമേജ് ഫയൽ. ഞാൻ കൊടുത്തിരിക്കുന്നത് ചാപ്റ്റർ 2 ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എൻ്റെ ഒരു ഇമേജ് ഫയലാണ്. ആ ഇമേജ് ഫയലിൽ കുറേ കണ്ടൻറ്റുകൾ തന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഓപ്പൺ ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഇതാ ദ ചാപ്റ്റർ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സോഷ്യൽ വർക്ക്. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്കിതാ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് ഇതാ മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വേർഡ് ഫയലിലേക്ക് ഇടാം. എന്ത് വേണം ഇതിനെ PDF ആക്കാം, ഇത് ഷെയർ ചെയ്യാം. ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രോബ്ലം നമ്മൾ ഇതിൽ ഫേസ് ചെയ്തെടുത്ത അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇനി തീർച്ചയായിട്ടും നമ്മൾ മലയാളികളാണ്, മലയാളം കൺവേർട്ട് ചെയ്യാനല്ലോ, മലയാളം എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വലിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു അത്. ബട്ട് ആ ഒരു പ്രോബ്ലം കൂടി ഗൂഗിൾ ഇവിടെ അതിനെയും കൂടി കൺവേർട്ട് ചെയ്തിട്ട് ഇതാ ഒരു പരിധി വരെ ഗൂഗിൾ ഇവിടെ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫയൽ എടുക്കുകയാണ്. ഇതാ എൻ്റെ ഇമേജ് ഫയലാണ് തന്നിരിക്കുന്നത്. ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ആ ഇമേജ് ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് നോക്കുക, ഞാൻ തന്നിരിക്കുന്ന ഒരു ഇമേജ് ഫയൽ എന്ന് പറഞ്ഞാൽ, ആ ഇമേജ് ഫയലിൽ കുറച്ച് അധ്യായം 2 കാറ്റിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താനൂർ സബ് ജില്ലാ സാമൂഹ്യ പാഠത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയലാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ ഇതാ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന സാധനത്തെ കൺവേർട്ട് ചെയ്താൽ ഫസ്റ്റ് ബെൽ ടു ക്ലാസ് 10 താനൂർ സബ് ജില്ല സാമൂഹ്യ ശാസ്ത്രം 2 അധ്യായം 2 കാറ്റിൻ്റെ ഉറവിടം, കരക്കാറ്റ് കടൽക്കാറ്റ് എന്നിവ താരതമ്യം ചെയ്യുക. അപ്പോൾ അതിനെയും ഇതാ ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതാ എങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് റിട്ടേൺ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സിമ്പിളായിട്ട് തന്നെ ഞാനൊരു ഇമേജ് ഫയൽ ഞാനിവിടെ റീഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റിട്ടേണിൻ്റെ ഒരു ഇമേജ് ഫയൽ റീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് ഇതാ. കൈയക്ഷരം കുറച്ച് മോശമായതുകൊണ്ട് ഇതാ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ എന്ന് നിങ്ങളുടെ സ്വന്തം AbhiTec എഴുതിയിരിക്കും. ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ എന്ന് നിങ്ങളുടെ സ്വന്തം AbhiTec. ഇങ്ങനെയും മലയാളത്തിലേക്ക് ഇതാ കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അടിപൊളി ഒരു ഇൻ്റർഫേസാണ് ഗൂഗിൾ ഡോക്കും
ഗൂഗിൾ ഡ്രൈവും കൂടി തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അബി.